ഇതൊക്കെ ഓരോ നിമിഷവും അവർ റെക്കോർഡ് ചെയ്തുകൊണ്ട് നസീർ ടിക്കയുടെ ഫേസ്ബുക്കിൽ ഐഡിയ ആഡ് ചെയ്തവർക്കൊക്കെ അറിയാം. കാരണം അതൊക്കെ ഫേസ്ബുക്കിൽ നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മൾ സംസാരിക്കുന്ന ചില പോയിന്റുകളൊക്കെ അവര് ഫേസ്ബുക്കിൽ വിടുന്നുണ്ട്. അതൊക്കെ നമ്മളെ ശ്രദ്ധക്കുറവ് ആ വിഷയത്തിലൊക്കെ നമ്മുടെ പ്രവർത്തകരിൽ നിന്നുണ്ടാകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇതൊക്കെ എല്ലാവരും അറിയേണ്ട വിഷയങ്ങളാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടത് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ പറയേണ്ടത്. അതിലൊരു പ്രധാന കാര്യമാണ് ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ ഒരു സുന്നിക്കൂട്ടത്തിൽ മെയിൽ വന്നിരുന്നു. ഇ കെ ഉസ്താദ് ഉസ്താദും എ പി ഒക്കെ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോകൾ. എന്നിട്ട് ഇ കെ ഉസ്താദുമായിട്ട് അവരുടെ അകലം കുറക്കുന്ന രൂപത്തിലുള്ള വരികളൊക്കെ അതിന്റെ ചുവട്ടിലുണ്ട്. അതൊക്കെ വിദൂര കാലത്തിന് ശേഷം അവർ പ്രതീക്ഷിക്കുന്ന ചില അജണ്ടകളാണ് അതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഉസ്താദ് ഇ കെ ഹസൻ മുസ്ലിയാർ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ മരിച്ചുപോയ ആളുകളൊക്കെ എന്ത് ചെയ്യുക, അവരെ ആളുകളാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ വർത്തമാന കാലത്തിന് ശേഷം ശേഷം വരാൻ പോകുന്ന ഒരു തലമുറക്ക് ഇവരൊക്കെ അവരുടെ ആളുകളായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിപ്പോവാണ്. അതൊക്കെ നമ്മൾ കരുതിയിരിക്കുന്നത് നല്ലതാണ്. അതിന് എതിരിലൊക്കെ ജാഗരൂകരാകേണ്ടതൊക്കെ നമുക്ക് ആവശ്യമാണെന്ന് തോന്നുന്നു. ഇത്തരം കാര്യങ്ങളിലൊക്കെ എല്ലാവരും ഒരു മുൻകരുതൽ ഉണ്ടായിരിക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട CH നാസറിന്റെ നല്ല നിർദ്ദേശങ്ങൾ, അതിന് നന്ദി അറിയിക്കുകയാണ്. പിന്നെ അന്ന് നാം അവരെ രണ്ടുപേരെയും മാനിച്ചുകൊണ്ട് അനുവദിച്ചതായിരുന്നില്ല. ARCKP അദ്ദേഹം അങ്ങോട്ട് കുറെ സംസാരിക്കാം. അദ്ദേഹം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ റൂമിൽ വളരെ സജീവമായ അതിന്റെ ചില കാര്യങ്ങൾ മൈക്കെടുത്താണ് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം മൈക്കെടുക്കുമ്പോൾ നമുക്ക് പറഞ്ഞു അദ്ദേഹത്തെ ARCKP തന്നെ അവരെ മൈക്ക് ക്ഷണിക്കുകയാണ്, നിങ്ങൾ സംസാരിക്കാൻ അവസരം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് ഇപ്പൊ നമ്മളിപ്പോ അത് ARCKPയെ നമ്മൾ മാനിക്കേണ്ടതുണ്ട്. അത് കാരണമാണ് പിന്നെ അത് അനുവദിച്ചത്. പിന്നെ മറ്റൊന്ന്, പിന്നെ എത്ര മോശക്കാരാണെങ്കിലും ശരി, അവർ നമ്മുടെ റൂമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു മാന്യത ഉണ്ടല്ലോ. നമ്മുടെ റൂമിലേക്ക് വന്ന ഒരു മാന്യത, ആ മാന്യത നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഗുണം എന്നല്ലാതെ ഒരിക്കലും ദോഷം ഉണ്ടാവില്ല. നമുക്ക് എപ്പോഴും പറയും ചെയ്യാം, നമ്മുടെ റൂമിൽ വന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനെയൊക്കെ അനുവദിച്ചു എന്നൊക്കെ നമുക്ക് പറയും ചെയ്യാലോ. അപ്പൊ അതാണ് എല്ലാവർക്കും, പല ആൾക്കാർക്കും അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. സംഗതി വളരെ അങ്ങനെ അനുവദിക്കരുതില്ല അങ്ങനെയൊക്കെയുള്ള ചില അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ അതിങ്ങനെ ARCKPയെ മാനിച്ചുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. പിന്നെ അവർ വന്നാൽ പിന്നെ അവരെയും നമ്മൾ മാനിക്കേണ്ടതുണ്ട്. കാരണം അവര് നമ്മുടെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പൊ അവരെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, ടെസ്റ്റ് പോലും അവരെ മോശമാക്കുന്ന രീതിയിൽ ആരും ടെസ്റ്റ് ചെയ്യരുതെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. കാരണം അത് നമ്മുടെ ഒരു മര്യാദയുള്ളത്. പിന്നെ ഫേസ്ബുക്കിൽ എങ്ങനെ ഫേസ്ബുക്കിലേക്ക് പോകലെന്ന് എനിക്കറിയില്ല. ഞാൻ അത് പഠിക്കാൻ ഇതിലൊക്കെ പോയോക്കേണ്ടത്. ഏതായാലും അതില് ആൾക്കാരെ പറഞ്ഞേക്കാം ഫേസ്ബുക്കിന് മറ്റൊക്കെ കുറിച്ചൊക്കെ. ഫേസ്ബുക്കിലൊക്കെ അവരിപ്പോ ഈ ഷംസുലമന്റെ കൂടെ അവരിയ്ക്കുന്നതിന്റെ പോലെ ഷംസുലമയുമായി അവർക്കുള്ള അകലം കുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതൊന്നും വിജയിക്കൂല. കാരണം പ്രതിരോധമുണ്ട് നമുക്ക്. നമ്മുടെ ഇവര് വേറെ പോകാനുള്ള കാരണം ചരിത്രം ഉണ്ടല്ലോ. ആ ചരിത്രമൊക്കെ എപ്പോഴും പറയപ്പെടുകയും സ്മരിക്കപ്പെടുകയും പോകും. നമ്മൾ അതിന് ഭയപ്പെടണമെന്ന് അതിന്റെ മുമ്പ്. കാരണം ഫിത്ന തെമൂജുക്ക മൗജിൽ ബഹരി, പണ്ട് ഷംസുലമയുടെ പ്രസംഗം ഉണ്ടായിരുന്നു. തെമൂജുക്ക മൗജിൽ ബഹരീന, ഫിത്ന എന്റെ ഉമ്മത്തിൽ ഫിത്ന ഉണ്ടാകും. എങ്ങനെ? അത് തെമൂജുക്ക മൗജിൽ ബഹരി, സമുദ്രത്തിലെ തിരമാലകൾ അടിക്കുന്നത് പോലെ അടിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് അതിന് ബഹുമാനപ്പെട്ട ഷംസുലമ വ്യാഖ്യാനിച്ചത് സമുദ്രത്തിലെ തിരമാലക്ക് ഒരു നിലനിൽപ്പുണ്ടാവില്ല. ഒരു തിരമാല അടിക്കും, അതോടുകൂടി അത് കഴിഞ്ഞ് അത് നശിച്ചത് ആ തിരമാല. പിന്നെ തിരമാല വേറെ വന്നിട്ട് വേണം. അപ്പൊ ഇതിപ്പോ ഒരു തിരമാല, ഒരു ഫിത്നയാവുന്ന തിരമാല, അത് കരക്കണ്ട അടിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അതുകൊണ്ട് അതിന്റെ അർത്ഥം ഇനി സമുദായത്തിൽ ഫിത്ന ഉണ്ടാവില്ലെന്നല്ല. വേറെ ഫിത്ന ഉണ്ടാകുക, ഫിത്ന വരിക, ഇവരുടെ അവസാനിക്കും. ഒരു ഫിത്നയും നിലനിൽക്കൂല. എല്ലാ ഫിത്നക്കും ഒരു അവസാനം ഉണ്ടാവും. പക്ഷെ അതേ സമയത്ത് ഫിത്ന പിന്നെ അവസാനിക്കൂല. ഖിയാമത്ത് നാൾ വരേക്കും ഫിത്ന ഉണ്ടാകും. പക്ഷെ ഒരു ഫിത്നക്ക് നിലനിൽക്കാൻ സാധിക്കൂല.
എന്നാൽ ഹക്ക് ഖിയാമത്ത് നാൾ വരേക്കും നിലനിൽക്കുകയും ചെയ്യും. ഹക്ക് ഖിയാമത്ത് നാൾ വരേക്കും നിലനിൽക്കും. പക്ഷെ അതിന്റെ ആ പ്രസ്ഥാനത്തിന് പിന്നെ ശക്തിയും പിന്നെ ശേഷി കുറവൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അതാകെ പറ്റ ക്ഷയിക്കും, ചിലപ്പോൾ ശക്തി പ്രാപിക്കും, അങ്ങനൊക്കെ ഉണ്ടാവും. പക്ഷെ അതേസമയത്ത് ഹക്ക് ഖിയാമത്ത് നാൾ വരേക്കും ഉണ്ടാകും. ബാത്തില് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഖവാരിജിയാക്കൾ വന്നു, ഖവാരിജി അത് കഴിഞ്ഞല്ലോ. പിന്നെ മുഅ്തസിലിയാക്കൾ വന്നു, കുറച്ച് ഫിത്ന ഉണ്ടായി, അതും കഴിഞ്ഞ്. പിന്നെ ഷിയാക്കൾപ്പെട്ട പല വിഭാഗങ്ങളും വന്നു, അത് കഴിഞ്ഞ്. അങ്ങനെ ഓരോ ഫിത്നകൾ ഇതിലുണ്ടായിട്ടുണ്ട്. അതൊക്കെ അവസാനിച്ച് പിന്നെ വേറെ വേറെ ഫിത്നേ വരുള്ളൂ. അതുകൊണ്ട് ഇവർക്കൊന്നും നിലനിൽപ്പുണ്ടാവില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ കരുതിയിട്ടുണ്ടാ ഇവർക്ക് ഇങ്ങനെ പൊട്ടപ്പാട്ടുണ്ടാവും എന്നുള്ളത്? ഇങ്ങനത്തെ ഒരു ഫിത്നയില്, വലിയൊരു സഫാഹത്തില് ഇവർ കുടുങ്ങുന്ന ആരെങ്കിലും കരുതിയിട്ടുണ്ടാ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആ മർക്കസ് സമ്മേളനത്തിൽ ആ കിട്ടിയ അന്നത്തെ ആ സ്ഥിതി എന്തായിരുന്നു അന്നത്തെ സ്ഥിതി? ലക്ഷക്കണക്കിൽ ആളുകളുടെ മുമ്പിൽ വെച്ച് ഈ ഹസ്രജി കുടുംബത്തിൽ തന്നെ പെട്ട ഒരു വ്യക്തിയാണ് മുടിയാണ് കൈമാറുന്നു. അതിന്റെ മുമ്പായിട്ട് സനദുണ്ട് വായിക്കണ്. ആ ബിസ്മിന്റെ ഒക്കെ നീളം നിങ്ങൾ എന്തായിരുന്നു? ബിസ്മില്ലാഹിൽ മന്നാനിൽ ജബ്ബാർ എന്തൊക്കെ പറയാനുള്ളതൊക്കെ പറഞ്ഞ് അൽഹംദുലില്ലാഹി അതിന് കുറെ വസ്തുക്കൾ കുറെ പറഞ്ഞ് അങ്ങനെയൊക്കെ നീണ്ടൊരു ഇതൊക്കെ ഉണ്ട് വായിച്ചിട്ട്. പിന്നെ അശ്രക്ക ചെല്ലിട ഒരു കൂട്ടര് പിന്നെ അങ്ങനെ കൈമാറുന്നു. പിന്നെ ഇയാളെ പ്രസംഗം എല്ലാം കൂടി ആകുമ്പോൾ നമ്മളെന്താ കരുതിയത്? അന്ന് നമ്മളെന്താ കരുതിയത്? ഇപ്പൊ എന്തായി? അതുകൊണ്ടല്ലേ ആ ഒരു പാക കുടുങ്ങിപ്പോയത്. അപ്പൊ അതാണ് ബാത്തിലിന് ഒരിക്കലും ഒരു നിലനിൽപ്പുണ്ടാവുകയില്ല. ബാത്തില് അതിന് തുളുമ്പലൊക്കെ ഉണ്ടാവും ബാത്തിലിന്, അത് പിന്നെ പാടെ നശിക്കും. ഹക്കിന് ബലക്ഷയവും ബലവും ഉണ്ടാവും, എന്നാൽ അതൊരിക്കലും പിന്നെ നശിക്കുകയില്ല. അത് ഖിയാമത്ത് നാൾ വരേക്കും നിലനിൽക്കുക തന്നെ ചെയ്യും. ഞാൻ ഇത്രയും സംസാരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഹക്കിൽ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാര്, മശായിഖുമാര്, അവരൊക്കെ സ്നേഹിച്ചുകൊണ്ട്, അവരുടെ ആ കൊടക്കീഴിൽ ജീവിച്ചുകൊണ്ട്, അവരുടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഇഷ്ടദാസന്മാരായിക്കൊണ്ട് ഈ മഹാന്മാരുടെയൊക്കെ പൊരുത്തം സമ്പാദിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അവസാനം അവരെയും നമ്മെയും മുത്ത് മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിലായിക്കൊണ്ട് അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.